എന്ത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിക്ക് ഈ വിധി പറയേണ്ടി വന്നത് അതാലോചിക്കണമല്ലോ. ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ മൊത്തം അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂളായി ഗവർണർ പ്രവർത്തിക്കുകയും ആ ഗവർണർ 2 വർഷമൊക്കെ ഒരു സംസ്ഥാനം പാസാക്കിയ ബില്ല് തടഞ്ഞു വയ്ക്കാൻ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് എന്തൊരു ദുരന്തമാണ്. കാരണം 5 വർഷമാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ കാലയളവ്. ആ 5 വർഷത്തിൽ 2 വർഷം ഒരു ബില്ലിന്മേലൊക്കെ അടയിരുന്ന് അല്ലെങ്കിൽ അതിനെ പിടിച്ചു വച്ച് അതിന്മേൽ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ഗവർണർമാർ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെ കണ്ടതല്ലേ. കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോകുന്നത്. സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ അതിൽ വലിയ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമുണ്ടാകും, അട്ടിമറി ഉണ്ടാകും എന്ന് സുപ്രീം കോടതിക്ക് അറിയാം. അതിനിപ്പോൾ BJP സർക്കാർ മാത്രമല്ല കാരണം. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഫക്രുദ്ദീൻ അലി അന്ന് പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം എന്ന് പറയാൻ കഴിയില്ല, ഈ ഫെഡറൽ തത്വങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് രാഷ്ട്രപതി ചെയ്തത്. സംസ്ഥാനങ്ങളിലെ ഭരണത്തെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഈ രാഷ്ട്രപതിമാർ ഒപ്പിട്ടിട്ടില്ലേ? അതെങ്ങനെയാണ്? ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം തന്നെയല്ലേ ആ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്തോ പരിപാവനമായ, ഒരു തരത്തിലും സ്പർശിക്കാൻ പാടില്ലാത്ത, എന്ത് അട്ടിമറിക്ക് കൂട്ടുനിന്നാലും, ജനാധിപത്യ അട്ടിമറിക്ക് കൂട്ടുനിന്നാലും തൊടാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് പറയാൻ കഴിയില്ല. അതിന് ജുഡീഷ്യൽ സ്ക്രൂട്ടണിയുടെ ആവശ്യമുണ്ട്. ആ നിലയ്ക്ക് ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ അതിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്